axis is, if you check, it is parallel to both HP and PP. Okay, so that's the condition. So ഇതിന്റെ front view എന്ന് പറയുന്നത് എന്തായിരിക്കും? So whenever you view it from the front, you are going to see the base figure, that is the hexagon will be visible, and as well as in the top view, what you are going to see is like a rectangle, right? Rectangle will be seen. Okay. സോ അതുപോലെ തന്നെ നമുക്ക് എന്താണ് വേരിയസ് കേസസ് നമുക്കിപ്പോൾ വരാം. അതായത് നമ്മൾ ലൈൻസിൽ പറഞ്ഞ പോലെ തന്നെ ലൈൻ പാരലൽ ടു എച്ച് പി, പാരലൽ ടു വി പി കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. പെർപെൻഡിക്കുലർ ടു എച്ച് പി, പെർപെൻഡിക്കുലർ ടു വി പി കണ്ടീഷൻസ് പറഞ്ഞു. ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു അനദർ പ്ലെയിൻ എന്നുള്ള കേസ് പറഞ്ഞു. അതുപോലെ തന്നെ ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻസ്, ഇങ്ങനെയുള്ള പല കണ്ടീഷൻസ് ആണ് നമ്മൾ. സിമിലർലി ഈ കേസിലും സോൾസിന്റെ കേസിലും ഇതൊക്കെ ആപ്ലിക്കബിൾ ആണ്. ദാറ്റ് ഈസ് പാരലൽ ടു റെഫറൻസ് പ്ലെയിൻസ്, then perpendicular to reference planes, parallel to one of the plane, and inclined to other plane, inclined to both planes. ഈ കണ്ടീഷൻസിലൊക്കെ നമുക്ക് എന്താണ് സോളിഡ്സ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. So if you see the projection for this particular case, we will draw initially we will draw the xy line, and since this is in the first quadrant, front view will be above xy line, and you can see, if you view it from the front, you are going to see the hexagonal shape here, right? Hexagonal shape, and then the two naming will be done accordingly. സോ നെയിമിംഗ് എന്ന് പറയുന്നത് എന്താണ്, സൈക്ലിക്കൽ ഓർഡറിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നെയിം ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ. സോ സെയിം കേസ് യു വിൽ ബി ഏബിൾ ടു നെയിം ദോസ് തിങ് ഓൾസോ. ആൻഡ് സോ സിമിലർലി അതിൽ നിന്ന് നമുക്ക് എന്താണ് പ്രൊജക്ടേഴ്സ് വരച്ചതിന് ശേഷം വിൽ ബി ഏബിൾ ടു ഡ്രോ ദ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ ഓൾസോ. ഫ്രണ്ട് വ്യൂ ആസ് വെൽ as top view can be drawn. Okay, so this will be your top view and this will be your front view. Okay. Okay. So next case, axis perpendicular to profile plane and hence parallel to both HP and VP. Okay. So see here. So this is a case where this green plane is the vertical plane, and this color, ഈ കളറിലുള്ള പ്ലെയിൻ ആണ് നിങ്ങളുടെ എച്ച് പി. അതുപോലെ തന്നെ ഈ സൈഡിലുള്ള പ്ലെയിൻ ആണ് നിങ്ങളുടെ പ്രൊഫൈൽ പ്ലെയിൻ. ആൻഡ് ഇഫ് യു ക്യാൻ സീ ഹിയർ, നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന സോളിഡ് ഇവിടെ പ്ലേസ് ചെയ്ത് നോക്കും. വി ഹാവ് പ്ലേസ്ഡ് ഹിയർ എ ട്രയാങ്കുലർ പ്രിസം ഹിയർ. Okay, triangular prism എന്താണ് in between these planes, and you can see, if you draw the axis connecting the uh, base figures, base shapes, അതായത് ട്രയാങ്കുലർ തമ്മിലുള്ള സെൻട്രൽ പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് an axis, and you can see the axis will be parallel to HP as well as parallel to VP but perpendicular to profile plane, right? So in that condition, what will be the top view, front view, and the side view? So we will see the projections, orthographic projections. So we will draw the xy line and then another line. നമ്മൾ പറഞ്ഞിരുന്നു സൈഡ് വ്യൂ വരയ്ക്കുന്ന സമയത്ത് നമ്മളൊരു ലൈൻ കൂടെ വരച്ച് കാണിക്കാറുണ്ട് അല്ലേ. Then if you view it from here, you will be understanding. So ഈ ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, you are going to get a front view will be a rectangle, and then similarly ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് ഒരു റെക്ടാങ്കിൾ, another rectangle ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ബട്ട് ഈ രണ്ട് വ്യൂ നിങ്ങൾക്ക് സഫീഷ്യന്റ് അല്ല ഈ ഒരു സോളിഡിന്റെ ഷേപ്പ് പറയാനായിട്ട് അല്ലേ. ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും റെക്ടാങ്കിൾ വരുന്ന വേറൊരു സോളിഡ് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ? ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും റെക്ടാങ്കിൾ വരുന്ന വേറൊരു സോളിഡ് വേറൊരു പൊസിഷനിൽ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. സാറേ ഇതേ പൊസിഷനിൽ വെച്ചിട്ട് എക്സാമ്പിൾ പ്രിസം പറയാൻ പറ്റില്ലേ? എക്സാമ്പിൾ പ്രിസം എന്താ പറയാ, പറഞ്ഞോളൂ. അതെ, ആക്സിസ് പെർപെൻഡിക്കുലർ ടു പ്രൊഫൈൽ പ്ലെയിൻ ആയിട്ട് നിങ്ങൾ ഒരു സോളിഡ് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എക്സാമ്പിൾ പ്രിസം വെച്ച് കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി യുവർ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി സം റെക്ടാങ്കിൾസ്. അപ്പൊ ആ ഒരു രണ്ട് ഷേപ്പ് കൊണ്ട് നമുക്ക് എന്താണ്, നമുക്ക് ആ സോളിഡിന്റെ ഷേപ്പിനെ കുറിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദാറ്റ്സ് വൈ യു ആർ യൂസിങ് ദിസ് സൈഡ് വ്യൂ ഓൾസോ ഹിയർ. സോ സർട്ടൺ കേസസിൽ നമ്മൾ സൈഡ് വ്യൂ യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാത്തതിന്റെ കാരണം അതാണ്. ഓക്കെ, സോ ഇഫ് ദ ടു വ്യൂസ് ആർ സഫീഷ്യന്റ് ഫോർ ഡിഫൈനിങ് ദ ഷേപ്പ് ഓഫ് ദ സോളിഡ്, then those two views are only required. Else what we have to do, we have to show the other view also. Okay, so here side view also will be defining the shape of the solid. So that's why side view triangle വന്നതും അതുപോലെ തന്നെ എന്താണ് അതിൽ നിന്ന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന രണ്ട് റെക്ടാങ്കിൾസ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ പ്രൊജക്ഷൻ വരയ്ക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ എന്താണ് ഈ സൈഡ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ ട്രയാങ്കിൾ കിട്ടും അല്ലെ. ഇതിന്റെ ഡയമെൻഷൻസും കാര്യങ്ങളും തന്നിരിക്കുന്നുണ്ട്. യു വിൽ ബി ഏബിൾ ടു ഈസിലി കൺസ്ട്രക്ട് ദിസ്, ആൻഡ് ഫ്രം ദർ യു വിൽ ബി ഏബിൾ ടു പ്രൊജക്ട്
to sideways, and you will get the corresponding front view, as well as you will be rotating this, and you will get the corresponding top view also here. Okay, so that's how you are going to produce the top view and front view for a and as well as side view for a solid which is perpendicular to PP and axis parallel to HP and VP. Okay, hope this is clear. Doubt ഉണ്ടോ? സർ ഇതിന്റെ നെയിമിംഗ് ഒന്നും കൂടി പറയോ? നെയിമിംഗ്. സോ നെയിമിംഗ് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, സോ നമ്മൾ പറഞ്ഞു ബേസ് ഫിഗറിൽ വരുന്ന, അതായത് ട്രയാങ്കുലർ പ്രിസം ആണെങ്കിൽ അതിന്റെ ബേസിൽ വരുന്ന എന്താണ്, രണ്ട് ട്രയാങ്കിൾസ് ആണ് നമ്മൾ അതിന്റെ മെയിൻ ആയിട്ട് ഷേപ്പ് ഡിറ്റർമിൻ ചെയ്തത്. സോ അതിന് നമ്മൾ ഒരു സെറ്റ് ഒരു 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 ഫേസിലുള്ള ഒരു ഷേപ്പിന് നമ്മൾ ഒരു സെറ്റ് പിന്നെ എന്താണ് നെയിംസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ലെറ്റേഴ്സ് യൂസ് ചെയ്യുക. അടുത്ത സ്ഥലത്ത് അതിന്റെ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെറ്റ് യൂസ് ചെയ്യുക. സോ ഇൻ ദിസ് സ്ലൈഡ് യു ക്യാൻ സീ ദാറ്റ് ഒരു സെറ്റ് എന്ന് പറയുന്നത് എന്താണ് ABCD എന്നും ഒരു സെറ്റ് എന്ന് പറയുന്നത് 1 2 3 എന്നുമാണ് അവർ എടുത്തിരിക്കുന്നത്. 1 2 3. ഓക്കെ, സോ ഇഫ് ഐ ആം നെയിമിംഗ് ഹിയർ ദിസ് സൈഡ് as A B and C, കറസ്പോണ്ടിംഗ്ലി അതേപോലെ തന്നെ അവിടെ വരും 1 2 3. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്തും ദിസ് ഇസ് ഇഫ് ദിസ് ഇസ് A, ഇഫ് ദിസ് ഇസ് B ആൻഡ് ദിസ് ഇസ് C, ആൻഡ് ഇത് എന്താണ്, ഇതെന്തായിരിക്കും വരിക, ഇതെന്ന് പറയുന്നത് 1 2 3 ആയിരിക്കും വരിക. സോ ഇവിടെ നിന്ന് പ്രൊജക്ഷൻ ഇവിടെ പോകുമ്പോൾ അതെന്തായിരിക്കും C double dash 3 double dash ആയിരിക്കും. ആൻഡ് ദാറ്റ്സ് ഷോൺ ഹിയർ C double dash 3 double dash. കറസ്പോണ്ടിംഗ്ലി എയും 1ഉം വിൽ ബി ഓൺ ദ സെയിം പോയിന്റ് ആൻഡ് ബിയും 2ഉം ഓൺ ദ സെയിം പോയിന്റ്. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്രയും പോയിന്റ്സ് മാത്രമേ ഇതിലും വരുന്നുള്ളൂ. സോ ഇപ്പൊ ടോപ്പ് വ്യൂലാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ എന്ത് പറ്റും, ഇതാണ് A, ഇതായിരുന്നു B, ഇതായിരുന്നു C. സോ ടോപ്പ് വ്യൂയിൽ നോക്കുമ്പോൾ ACB എന്ന് വരും അല്ലെ, ACB. സിമിലർലി ഇവിടെ എന്ത് വരും 1 3 2 എന്ന് വരും. ഓക്കെ, ആൻഡ് ഫ്രണ്ട് വ്യൂവിൽ വരുമ്പോൾ ഈ റെക്ടാങ്കിൾ ആണ് കാണുന്നത് അല്ലേ, ഈ റെക്ടാങ്കിൾ, അതായത് ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്ത് പോകുന്നത്. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒബ്വിയസ്ലി ദിസ് ഈസ് ഗോയിങ് ടു ബി C ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി 3. ഇവിടെ എന്ത് വരും, ഇവിടെ രണ്ട് പോയിന്റ്സും പ്രൊജക്ട് ചെയ്യുന്ന ഒരൊറ്റ സെയിം പോയിന്റിലേക്കാണ് പ്രൊജക്ട് ചെയ്ത് വരുന്നത്. അതായത് ഈ A എന്ന് പറയുന്ന പോയിന്റും B എന്ന് പറയുന്ന പോയിന്റും പ്രൊജക്ട് ചെയ്യുന്ന സെയിം പോയിന്റിലേക്കാണ്. ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ബിക്കെയിം A dash B dash. അതുപോലെ തന്നെ ഇത് എന്തായിരിക്കും 1ഉം 2 ആയിരിക്കും, 1 dash 2 dash. ക്ലിയർ ആണോ? ക്ലിയറാ സർ. ഓക്കെ, സോ ഇതേ നെയിം സെയിം ഫോർമാറ്റ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ നെയിം ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ ABCD ഇവിടെയും EFGH ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ സെറ്റ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ബട്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള നെയിം ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം. വൈ? ബിക്കോസ് എന്താണ് ഒരു സൈഡിൽ മാത്രമേ, ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ മാത്രമേ എന്താണ് ലെറ്റേഴ്സ് വരുന്നുള്ളൂ. നോക്കൂ, ലെറ്റേഴ്സ് വരുന്നുള്ളൂ. അപ്പൊ ഈ സൈഡിൽ മാത്രമേ നമ്പേഴ്സ് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് എവിടെയെങ്കിലും നിങ്ങൾ മാറി ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് എറർ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഇതർ ABCDEFG എന്ന് പറയുന്ന ഒരു സെറ്റും PQRST എന്ന് പറയുന്ന ഒരു സെറ്റും പോലെ കൊടുക്കുക, അല്ലെങ്കിൽ ABCD എന്ന് പറഞ്ഞ സെറ്റും 1 2 3 4 എന്നുള്ള സെറ്റ് അങ്ങനെ കൊടുക്കുക. സോ നെയിം ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. Then another case, axis parallel to VP and inclined to HB by an angle, also inclined to PP. സോ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇപ്പൊ എന്താണ് ബേസിക് ആയിട്ടുള്ള പാരലൽ ടു പെർപെൻഡിക്കുലർ ടു കണ്ടീഷൻസിന് ശേഷം നമ്മൾ എന്താണ് ഒരു ഇൻക്ലിനേഷൻ വരുന്ന കേസാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ വി വിൽ സീ ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രോബ്ലം. ഓക്കെ, സോ വൺ മോർ തിങ്, നമ്മൾ ഈ ക്ലാസ്സുകളിൽ പറയുന്നതിന്റെ ഒക്കെ എന്താണ് നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സോ നോട്ട്സ് നമുക്ക് മാനുവലായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീക്ക്ലി ഞാൻ എന്ത് പറയും, ഐ വിൽ ബി ഗിവിംഗ് ഇഷ്യൂയിങ് ആൻ ഹോംവർക്ക് ഫോർ യു. ഓക്കെ, ആ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ ഈ ക്ലാസ്സിൽ എടുക്കുന്ന പ്രോബ്ലംസും കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ നോട്ട് എഴുതുന്ന പോലെ സോൾവ് ചെയ്തിട്ട് അത് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ നോട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് മാത്രമാണത്. സോ ഹിയർ യു ക്യാൻ സി എ റൈറ്റ് റെഗുലർ പെന്റഗണൽ പ്രിസം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റൈറ്റ് സോളിഡിനും റെഗുലർ സോളിഡിനും നമ്മൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞത് അല്ലേ. റൈറ്റ് മീൻസ് ദാറ്റ് ദ ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ബേസ് ആൻഡ് റെഗുലർ മീൻസ് ദാറ്റ് ദ ഈച്ച് സൈഡ് ഈസ് ഹാവിംഗ് ദ സെയിം dimension. So a right regular pentagonal prism. Pentagonal prism എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ബേസ് ഫിഗേഴ്സ് വിൽ ബി പെന്റഗൺ, അതായത് 5 സൈഡിലുള്ള ഒരു ഫേസും പ്രിസം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ലാറ്ററൽ സർഫസ്, അതായത് സൈഡ് ഫേസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും റെക്ടാംഗിൾ ആയിരിക്കും. സോ യു ഗോട്ട് ദ പിക്ചർ ഓഫ് ദ സോളിഡ്. ഏതൊരു സോളിഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ആൻഡ് സൈഡ് ഓഫ് ബേസ് 30. ഓക്കെ, ബേസ് 30, ഒരു സൈഡ് ബേസിലെ ഒരു സൈഡ് 30 ആണ്. റെഗുലർ പെന്റഗണൽ പ്രിസം ആയതുകൊണ്ട് തന്നെ പെന്റഗണിന്റെ എല്ലാ സൈഡ്സും എന്തായിരിക്കും 30 mm ആയിരിക്കും. ആൻഡ് ഹൈറ്റ് ഓഫ് ആക്സിസ് 75 mm. ആക്സിസ് ലെങ്ത് നിങ്ങൾക്ക് കിട്ടി അല്ലെ. ഹൈറ്റ് ഓഫ് സോളിഡ് എന്ന് പറയുന്നതുകൊണ്ട് 75 mm ഹൈറ്റ് കിട്ടി. ദെൻ റെസ്റ്റ് ഓൺ HP on one of its base corners.
such that its long edge containing the corner is inclined to the HP at 60 degree and draw its projection. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. നമുക്കിപ്പോൾ എന്താണ് ഇനീഷ്യലി പറഞ്ഞ കേസ് തന്നെ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആ സോളിഡിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാണ് ചെയ്തത് അല്ലെ. ഏത് ടൈപ്പ് സോളിഡ് ആണ്, അതിന്റെ ബേസ് എത്രയാണ്, ആക്സിസ് ലെങ്ത് എത്രയാണെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് തന്നു. ഇനി സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോളിഡ് എങ്ങനെയാണ് നമ്മളുടെ ക്വാഡ്രന്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. യു ക്യാൻ സീ ദാറ്റ് ദ സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ HP ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ. ഒരു കോർണറിലാണ്, ഒരു ബേസിന്റെ ഒരു കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. such that this its long edge containing that corner is inclined to the HP at 60 degree and draw its projection. So നമ്മളുടെ സോൾഡർ എന്ന് പറയുന്നത് HP റെസ്റ്റ് ചെയ്യാണ് ഓൺ എ ബേസ് കോർണർ. ഒറ്റ കോർണറിൽ ടച്ച് ചെയ്തിട്ട് മാത്രം റെസ്റ്റ് ചെയ്യാണ്. അതിന്റെ ആ സൈഡ് എന്ന് പറയുന്നത് 60 ഡിഗ്രി HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ഓക്കെ, സോ അതെങ്ങനെയാണെന്നാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. സോ വി വിൽ സി. സോ വെൻ എവർ വി ഹാവ് ടു ഡ്രോ ലൈക്ക് ദിസ്, അതിനെ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ആദ്യത്തെ ബേസ് ഫിഗർ, അതിന്റെ സിമ്പിൾ ഫിഗർ നമ്മൾ വരയ്ക്കണം. ഇപ്പൊ ഈ കേസിൽ 60 ഡിഗ്രി ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, HP ആ ഫേസ് റെസ്റ്റ് ചെയ്യുന്ന പോലെ ആക്കാം അല്ലെ. HP ആ ഫേസ് റെസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ആക്കാനായിട്ട് സാധിക്കും. ആദ്യം നമ്മൾ അങ്ങനെയാണ് ആക്കി മാറ്റുക. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സോളിഡ്, സപ്പോസ് ഒരു സോളിഡിനെ ഞാൻ ഇവിടെ വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, just a second. ഇവിടെ ഒരു സോളിഡ് ഞാൻ ഇങ്ങനെ വരച്ചാൽ അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഞാൻ വരച്ചതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ ഈ സോളിഡ് എന്താണ്, ഇതൊരു കോർണറിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് വരുന്നത് അല്ലെ. ഇതാണ് നിങ്ങളുടെ XY എങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദ സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ അല്ലെ. അതിൽ റെസ്റ്റ് ചെയ്യുക ആൻഡ് ഒരു ഇൻക്ലിനേഷൻ കൊടുത്തു വരുന്ന പോലെ. ഓക്കെ, സോ ഇതിന്റെ ശരിക്കുള്ള ഫിഗർ ഞാൻ കാണിച്ചു തരാം. സോ വി വിൽ ഡ്രോ ദ XY ലൈൻ ഫസ്റ്റ്. Okay, so first we have to draw the XY line first and then we will name it and then നമ്മൾ എങ്ങനെ വരയ്ക്കണം, നമുക്ക് പെന്റഗണിനെ രണ്ട് തരത്തിൽ വരയ്ക്കാം അല്ലെ. പെന്റഗണിനെ നമുക്കിപ്പം അത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. അതായത് എങ്ങനെയാണ് ഇത് പെന്റഗണിനെ വിത്ത് ഒരു കോർണറിൽ വരുന്നത് പോലെ അല്ലെ, ഒരു സൈഡ് ഒരു എഡ്ജ് വരുന്നത് പോലെയും അല്ലെങ്കിൽ ഒരു സൈഡ് വരുന്നത് പോലെ നമുക്ക് വരയ്ക്കാം. സപ്പോസ് നിങ്ങളിപ്പോ ഈ കേസിൽ എന്താണ്, ഇപ്പൊ ഈ കേസിൽ നിങ്ങൾ വരയ്ക്കുന്ന പെന്റഗൺ എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ് വരച്ചു നിൽക്കുക. അതായത് ഇതിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ്. ഇവിടെ നിങ്ങൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്താണ്, ഒരു പെന്റഗൺ പ്രിസത്തിന്റെ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും, റെക്ടാങ്കിൾ ആയിരിക്കും. സോ ഇവിടെ ഇതിനെ നിങ്ങൾ ടിൽറ്റ് ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ഈ ഒരു സോളിഡിനെ ഞാൻ ഇനി ഇൻക്ലൈൻ ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ ഞാൻ ഇൻക്ലൈൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ റെസ്റ്റിംഗ് ഓൺ എന്തായിരിക്കും, സോളിഡ് റെസ്റ്റിംഗ് ഓൺ എന്തായിരിക്കും, ബേസ് എഡ്ജ് ആവും. അതാണ് അതിലെ കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ നമുക്ക് വരയ്ക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ ഇങ്ങനെ വെച്ചും വരയ്ക്കാം, ഇങ്ങനെ വെച്ചും വരയ്ക്കാം, അതിൽ തെറ്റില്ല. പക്ഷെ നമുക്ക് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ കേസിൽ അത് എന്ത് ചെയ്യേണ്ടിയിരുന്നു, ഇങ്ങോട്ട് ഇൻക്ലൈൻ ചെയ്യേണ്ടിയിരുന്നു അല്ലെ. ഇങ്ങോട്ട് ഇൻക്ലൈൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണാം. താഴത്തെ ഫിഗർ എന്ന് പറയുന്നത് എന്താണ്, ആ കോർണർ വിത്ത് റെസ്പെക്ട് ടു കോർണർ ആണ് റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആ കേസിൽ നമുക്ക് എന്താണ് എളുപ്പത്തിൽ നമ്മളുടെ ഫിഗർ എന്താണ് പറഞ്ഞ കണ്ടീഷനിൽ ചെയ്യാം. സപ്പോസ് ക്വസ്റ്റ്യൻ തിരിച്ചായിരുന്നു, ഇറ്റ്സ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആ വരച്ച കണ്ടീഷനാണ് ശരി. ഈ വരച്ച കണ്ടീഷൻ, ഈ കേസിൽ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ ആയതുകൊണ്ടാണ് നമ്മളുടെ വരച്ച കൺസ്ട്രക്ട് ചെയ്ത പെന്റഗൺ എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, സോ എക്സാമിന് കൃത്യമായിട്ട് ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ തെറ്റിക്കരുത്. പലരും തെറ്റിക്കുന്ന ഒരു പ്രോബ്ലം ആണത്. അത് തെറ്റിക്കാതെ നമ്മൾ വരയ്ക്കണം. ഓക്കെ, സോ എങ്ങനെയാണ് ഓറിയന്റേഷൻ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം വരയ്ക്കുന്നതിന് മുന്നേ. നൗ നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ അതർ ലൈൻസ്. ഓക്കെ, സോ ഇതിപ്പോൾ എന്താണ്, ആദ്യം നമ്മൾ അതിന്റെ റെഗുലർ പെന്റഗൺ ആയതുകൊണ്ട് തന്നെ അതിന്റെ 30, ഇപ്പൊ ഈ സൈഡൊക്കെ 30 ആയിരിക്കും. അതിനുശേഷം ഇത് ബേസിലെ പോയിന്റ്സ് ആണ് നിങ്ങൾ കൊടുത്തത് A1 B1 C1 D1 E1 കൊടുത്തത്.
അതുപോലെ തന്നെ എന്താണ് അതിന്റെ രണ്ടാമതൊരു പോയിന്റ്സ് കൂടെ ഉണ്ടാവും. അതായത് ടോപ്പിലെ പെന്റഗണിന്റെ പോയിന്റ്സും അവിടെ തന്നെ ആയിരിക്കും, സെയിം പോയിന്റിലായിരിക്കും വരുന്നത്. സെയിം വേ എ കൊടുത്തെടുത്ത് 1 കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 1 B1 C1 3 1 4 1 5 1 കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഫൈൻഡ് ഔട്ട് ദ സെന്റർ പോയിന്റ്. സെന്റർ പോയിന്റ് വിൽ ബി ദ ഹാവിംഗ് ദ ആക്സിസ്. അത് ടോപ്പ് വ്യൂവിൽ നോക്കുന്നത് കൊണ്ട് തന്നെ ദാറ്റ് ഓൾസോ വിൽ ബി അറ്റ് എ സിംഗിൾ പോയിന്റ്, ദാറ്റ് ഈസ് യുവർ O and P. നോ വി വിൽ ഡ്രോപ്പ് ദ പ്രൊജക്ടേഴ്സ് ഉണ്ട്. ഓരോ പോയിന്റിൽ നിന്ന് പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുക. ആക്സിസിൽ നിന്ന് ഒരു പ്രൊജക്ടർ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ലൈനിലായിരിക്കും നിങ്ങളുടെ ആക്സിസ് വരിക എന്നുള്ളത്. ആൻഡ് ഫോർ ദ പർട്ടിക്കുലർ and in the question it's mentioned about the height of the solid also, so that you can take it from here. From xy you will be able to take the axis length. Okay, so ഇപ്പൊ ഈ കേസിൽ എത്രയാണ് 60 എന്നാണ് പറഞ്ഞെങ്കിൽ 60 താഴെ xy യിൽ നിന്ന് മെഷർ ചെയ്യാൻ നിങ്ങൾക്ക്. Now we have to draw the 75 length. Okay, 75 you can mark, and in that you ഇവിടെ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യുന്ന പ്രൊജക്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? You will be able to construct the front view also. ഇതാണ് അതിന്റെ സിമ്പിൾ ഫിഗർ അല്ലെ? സിമ്പിൾ ഫിഗർ ഇൻ ദ സെൻസ് ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു HP ആൻഡ് ദ ബേസ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP എന്നുള്ള കണ്ടീഷനാണ് ഇത്. ബട്ട് നമുക്ക് വേണ്ട കണ്ടീഷൻ ഇതല്ല. നമുക്ക് വേണ്ട കണ്ടീഷൻ എന്തായിരുന്നു? ദ സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ അല്ലെ? വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ ആൻഡ് ദ ലോങ്സ്റ്റ് എഡ്ജ് ഹാവിംഗ് ദാറ്റ് എഡ്ജ് എന്താണ്? ഹാവിംഗ് ആൻ ഇൻക്ലിനേഷൻ ഓഫ് 60 ഡിഗ്രി എന്നാണ് പറഞ്ഞത്. അതായത് ഈ സോളിഡ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ടിൽറ്റ് ചെയ്യണം അല്ലെ? ഈ സോളിഡിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഒരു ഇൻക്ലിനേഷൻ കൊടുക്കണം. അപ്പൊ ഈ ഫ്രണ്ട് വ്യൂ എങ്ങനെ ഇൻക്ലൈൻ ആവും? ഫ്രണ്ട് വ്യൂ അങ്ങനെ ആ ഒരു 60 ഡിഗ്രി ഇൻക്ലിനേഷൻ വരും. കാരണം ഇത് 60 ഡിഗ്രി ടു HP എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ആ ഇൻക്ലിനേഷൻ എവിടെയാ കാണുക? നമുക്കത് കാണുന്നത് ഫ്രണ്ട് വ്യൂവിലായിരിക്കും കാണുക അല്ലെ? ഫ്രണ്ട് വ്യൂവിലായിരിക്കും. നമ്മൾ ലൈനിന്റെ കേസിലൊക്കെ പറഞ്ഞു അല്ലെ? ലൈനിന്റെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഇൻക്ലിനേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ ആണ് ഇൻക്ലിനേഷൻ കാണാൻ പറഞ്ഞത്. സെയിം വേ ഈ കേസിൽ എന്താണ്? നമ്മൾ ഇതിനെ ടിൽറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ബിഫോർ ദാറ്റ് യു ക്യാൻ നെയിം എൻ്റർ പോയിന്റ്സ്. ഇപ്പൊ എന്താണ് നെയിം ചെയ്ത് പോയതാണ് ഇവിടെ. സോ താഴെയുള്ള സെറ്റിനെ നമ്മൾ 1 2 3 4 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ താഴെ എൻ്റർ ഈ പോയിന്റിൽ ഇവിടെ ആയിരിക്കും 1 വരിക, ഇവിടെ ആയിരിക്കും 5 വരിക, അങ്ങനെ എല്ലാ പോയിന്റ്സും നമുക്ക് നെയിം ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരേ സെറ്റ് പോയിന്റ്സ് ആയിരിക്കും താഴെയും മുകളിലും വന്നിരിക്കുന്നത്. അപ്പൊ 1 2 3 4 5 എന്നുള്ള സെറ്റ് നമ്പർ സെറ്റ് താഴെയും ABCDE എന്നുള്ള സെറ്റ് മുകളിലും വന്നു. ഓക്കെ, സോ നെയിമിംഗ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്താലും അതിന്റെ എന്താണ് ഒരിടത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് മറ്റേ സ്ഥലത്ത് വരുമ്പോൾ അത് മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. നൗ ഇറ്റ് ഈസ് മെൻഷൻ ദാറ്റ് ദ സോൾഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ അല്ലെ? ആൻഡ് ദ ലോങ്സ്റ്റ് എഡ്ജ് പാസിംഗ് ത്രൂ ദാറ്റ് കോർണർ ഇസ് ഹാവിംഗ് ആൻ ഇൻക്ലിനേഷൻ ഓഫ് 60 ഡിഗ്രി. സോ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യണം? ആ ലൈൻ വേണം കൺസ്ട്രക്ട് ചെയ്യാൻ, ആ എഡ്ജ് വേണം ആദ്യം കൺസ്ട്രക്ട് ചെയ്യാൻ. ആ എഡ്ജിൽ നിന്ന് നമ്മൾ ആ ഫ്രണ്ട് വ്യൂ മൊത്തം കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. സോ ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യും? XYയിൽ നിന്ന് 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഐ വിൽ ഡ്രോ എ ലൈൻ. ഓക്കെ, ഐ വിൽ ഡ്രോ എ ലൈൻ. ആ ലൈനിലായിരിക്കും എന്റെ എന്ത് വരേണ്ടത്? A1'11' എന്ന് പറയുന്ന പോയിന്റ് വരേണ്ടത്. A1'11' എന്നുള്ള പോയിന്റ് അതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എൻ്റെയർ സോളിഡിനെ നിങ്ങൾ ഇവിടെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണം ഈ 60 ഡിഗ്രി ആംഗിളിൽ. ഓക്കെ, സോ നിങ്ങൾ അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും? അതിന് നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾ പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കാം. ബിക്കോസ് എന്താണ്, ഇത് റൈറ്റ് റെഗുലർ സോളിഡ് ആണ്. സോ ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചു കഴിഞ്ഞിട്ട് ഈ ഡിസ്റ്റൻസുകൾ ഓരോന്നും കോപ്പി ചെയ്യുക. 1' to 5' ഡിസ്റ്റൻസ് ഇവിടെ കോപ്പി ചെയ്യുക, 1' to 3' ഡിസ്റ്റൻസ് കോപ്പി ചെയ്യുക. അങ്ങനെ കോപ്പി ചെയ്ത് എൻ്റെയർ ലെങ്ത് നിങ്ങൾക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഒന്നുമില്ല, അതായത് ഈ ഷേപ്പിലുള്ള ഇതേ സോളിഡിന്റെ ഫ്രണ്ട് വ്യൂ നിങ്ങൾ ഒരു 60 ഡിഗ്രി ചെരിച്ചിട്ടുള്ള കോർണറിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെ വരച്ചു. നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ കാണാം ഈ കേസിൽ XYയിൽ ആണ് മൊത്തം ബേസ് വന്നത്. പക്ഷെ ഈ കേസിൽ നോക്കൂ, ഒറ്റ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. 1' എന്ന് പറയുന്ന ഒറ്റ പോയിന്റിൽ മാത്രമാണ് നമ്മൾ സോളിഡ് ടച്ച് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അങ്ങനെ വന്നത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ സോളിഡ് റെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരൊറ്റ പോയിന്റാണ് അല്ലെ? നമ്മൾ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കും? ടോപ്പ് വ്യൂവിൽ വരയ്ക്കാനായിട്ട് വി വിൽ ഡ്രോപ്പ് ദ ലൈൻസ് ഫ്രം ഈച്ച് ആൻഡ് എവരി പോയിന്റ്സ്. A' നിന്ന് പ്രൊജക്ടർ ഡ്രോപ്പ് ചെയ്യും, E', B' എന്ന് പറയുന്ന പോയിന്റ് ഡ്രോപ്പ് ചെയ്യും, 2', 5' എന്ന് പറയുന്ന പ്രൊജക്ടറിന് ഡ്രോപ്പ് ചെയ്യും, 3' ഡ്രോപ്പ് ചെയ്യും, 4' ഡ്രോപ്പ് ചെയ്യും. ആൻഡ് കറസ്പോണ്ടിംഗ്ലി നമ്മൾ ഈ സൈഡിൽ നിന്ന് വരയ്ക്കും. A1'11' നിന്ന് വരയ്ക്കും, E1'51' നിന്ന് വരയ്ക്കും, D1'41' നിന്ന് വരയ്ക്കും. ആൻഡ് വേർ എവർ ദിസ് തിങ്സ് ആർ കോയിൻസൈഡിങ്, സപ്പോസ് ഈ A1'11" എന്നുള്ള ലൈനും അതുപോലെ തന്നെ 1' ലൈനും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നിങ്ങളുടെ 1. അതുപോലെ തന്നെ A1'11" എന്നുള്ള ലൈനും A' എന്നുള്ള ലൈനും കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നിങ്ങളുടെ A. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ നോക്കും.
ഓക്കെ, അങ്ങനെ നോക്കിയാൽ നമ്മൾ വരയ്ക്കാം. ഐ ഷോ യു. സോ ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ അപ്പൊ ഇങ്ങനെ സെന്റർ പോയിന്റ്സ് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ദെൻ കറസ്പോണ്ടിംഗ്ലി നമ്മൾ എന്താണ് പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോകുന്നു. ഓക്കെ, സോ താഴെ നിന്ന് മുകളിൽ നിന്നുള്ള പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ A111 നിന്നും 1' നിന്ന് വരുന്ന പോയിന്റ് 1, A111 നിന്നും A' നിന്ന് വരുന്ന പോയിന്റ് A. സിമിലർലി ഓൾ അതർ പോയിന്റ്സ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, B121 നിന്ന് വരുന്ന ലൈനും അതുപോലെ തന്നെ 2' നിന്ന് വരുന്ന ലൈനും കൂടെ വരുന്നതാണ് 2. അതുപോലെ B121 നിന്ന് വരുന്ന ലൈനും B' നിന്ന് വരുന്ന ലൈനുമാണ് യുവർ പോയിന്റ് B. ഓക്കെ, സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ പോയിന്റ്സും നമ്മൾ മാർക്ക് ചെയ്തെടുക്കും. നോക്കൂ, എല്ലാ പോയിന്റ്സും നമ്മൾ അതുപോലെ മാർക്ക് ചെയ്തെടുക്കും. ഓക്കെ, സോ അതിനുശേഷം ഇപ്പൊ എന്താണ് ആക്സിസിന്റെ ഈ എഡ്ജിൽ നിന്നും വരുന്ന പോയിന്റ്സ് ആണ് ആക്സിസ് ലെങ്ത് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാം താഴത്തെ ഫിഗർ എന്ന് പറയുന്നത് 1 2 3 4 5 കണക്ട് ചെയ്യുന്ന ഒരു പെന്റഗണും മുകളിലത്തെ ഫിഗർ എന്ന് പറയുന്നത് ABCDE കണക്ട് ചെയ്യുന്ന പെന്റഗണും ആണ്. സോ കണക്ട് ദിസ് 1 to 5, 5 to 4, 4 to 3, 3 to 2, 2 to 1. സിമിലർലി A to E, E to D, D to C, C to B, B to A. അത് കണക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമുക്ക് അവിടെ ആ പെന്റഗൺ കിട്ടും. ഓക്കെ, ആ പെന്റഗൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡാർക്കൻ ചെയ്യേണ്ട സ്ഥലങ്ങൾ ഡാർക്കൻ ചെയ്യാം. ഈ കേസിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത് കളർ വെച്ച് ഫില്ല് ചെയ്തത്. ഓക്കെ, കളർ വെച്ച് ഫില്ല് ചെയ്തത് അതുകൊണ്ടാണ്. ഈ കേസിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും ഇതിൽ ഹിഡൻ ആയിട്ട് വരുന്ന എഡ്ജ് ഏതായിരിക്കും? The points which are away from the observer are going to be hidden. അല്ലേ? സോ ഇങ്ങോട്ടൊരു സ്ലൈഡ് ഇത് വരുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പോർഷനാണ് കാണാതാവുക? അഭിഷേക് പി പറയൂ, ഇതിൽ ഹിഡൻ ആയിട്ട് വരുന്ന എഡ്ജസ് ഏതൊക്കെയായിരിക്കും? ബി ഇടുന്നത് ഡി ആണോ? സിയും ഡി ആണോ? സി ഡി എന്ന് പറയുന്നത് അതായത് അതിൽ എന്താണ് കുറച്ചധികം ഹിഡൻ ലൈൻസ് വരുന്നുണ്ട് അല്ലെ? സി ഡി ഹിഡൻ അല്ല. സി ഡി എന്ന് പറയുന്ന ഫേസ് കാണുന്നുണ്ടല്ലോ, നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെ ലൈൻസ് ആയിരിക്കും കാണാതാവുക? ഏതൊക്കെ ലൈൻസ് ആയിരിക്കും കാണാതാവുക? ഇവിടെ നോക്കൂ, ഈ സോളിഡ് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആവുകയാണ് ചെയ്തത്. അപ്പൊ മോളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മോളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റാത്ത സൈഡ് ഏതൊക്കെ ആയിരിക്കും? മോളിൽ നിന്ന് നോക്കുമ്പോൾ കാണില്ലാത്ത സൈഡ് 1 എന്ന് പറയുന്ന പോയിന്റ് മാത്രമല്ല, ഏതൊക്കെ ലൈൻ കാണില്ല? 1 to A എന്ന് പറയുന്ന പോയിന്റ് കാണില്ല. ബിക്കോസ് എന്താണ്, അത് താഴേക്ക് പോയി കഴിഞ്ഞു. ഇത് ഇൻക്ലൈൻ ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ A111 കാണില്ല. അതുപോലെ 5 to 1ഉം 2 to 1ഉം കാണില്ല. 5 1 എന്ന് പറയുന്ന ലൈനും 2 1 എന്ന് പറയുന്ന ലൈനും കാണില്ല. അതെ, ഓക്കെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ടോപ്പ് വ്യൂടെ നിങ്ങൾ എന്താണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഈ ഒരു എഡ്ജ് മൊത്തം കാണാതായിപ്പോ. ഈ ഒരു എഡ്ജിനെ മൊത്തം എന്ത് കവർ ചെയ്യും? ഈ ഭാഗം കവർ ചെയ്യും. ഇവിടെ നോക്കൂ, ഈ ഭാഗം കവർ ചെയ്തിട്ട് ഇത് പുറകിലായി മാറി. പുറകിലായതുകൊണ്ട് തന്നെ അതൊന്നും കാണില്ലല്ലോ. അതുകൊണ്ടാണ് അത് ഹിഡൻ ആയിട്ടുള്ള ഡോട്ടഡ് ലൈൻസ് കൊടുത്തത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. സോ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് കാണാം, ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ എന്താണ് ഡാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് പ്രൊജക്ഷൻസ് ഒക്കെ. സോ ഇതാണ് ഇവിടുത്തെ ഫിഗേഴ്സ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഡാർക്ക് ചെയ്തതിന്റെ ശേഷം ഹിഡൻ ആയിട്ടുള്ള ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഫിഗർ ഈസ് ഗോയിങ് ടു ബി ഫൈനൽ പ്രൊജക്ഷൻ വിൽ ബി ലൈക്ക് വൈസ്. സോ ഒരു ഇൻക്ലിനേഷൻ വന്ന സമയത്ത് എന്താണ് 2 സെറ്റ് ഫിഗേഴ്സ് വന്നു. 2 ഇൻക്ലിനേഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് രണ്ടിലധികം 3 സെറ്റ് ഫിഗേഴ്സ് ആയിട്ട് വരും. ഓക്കെ. ഇവിടെ എന്താണ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഈ ക്വാഡ്രൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്താണ്. സോ യു ക്യാൻ സീ ഹിയർ. സോ ദിസ് വൺ ഈസ് യുവർ വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് ദിസ് ഈസ് യുവർ ഹൊറിസോണ്ടൽ പ്ലെയിൻ. സോ ഈ കേസ് നോക്കൂ, ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഐ ഹാവ് പ്ലേസ്ഡ് എ സിലിണ്ടർ ഹിയർ, റൈറ്റ്?
സിലിണ്ടർ ഈ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഡയമെൻഷൻ പറയാ? ഇങ്ങനെ പ്ലേസ് ചെയ്തതിന്റെ ഇതിന്റെ ആക്സിസ് എങ്ങനെ പറയാ? So one of you just tell me this position of this solid. Axis perpendicular to VP. Axis perpendicular to VP and പാരൽ parallel to HP. ഒരു കണ്ടീഷൻ കൂടെ പറയുവാണെങ്കിൽ പാരലൽ ടു പ്രൊഫൈൽ പ്ലെയിൻ. പാരലൽ ടു പ്രൊഫൈൽ പ്ലെയിൻ, അതാണ് ഈ കണ്ടീഷൻ. സോ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന ഈ 3D സ്പേസിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു സിലിണ്ടറിനെ നിങ്ങൾ എന്താണ് ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന വ്യൂ ആണിത് അല്ലെ? ഫ്രണ്ട് വ്യൂവിൽ അതിന്റെ വ്യൂ എന്തായിട്ടാണ് വന്നത്? ഇറ്റ്സ് ജസ്റ്റ് എ സർക്കിൾ. സർക്കിൾ അതായത് ഈ കേസിൽ എന്താണ് നോക്കൂ, ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഈ പുറകിലെ സർക്കിൾ സൈഡും കൂടെ എന്താണ് ഇമ്പോസ് ചെയ്ത് വരുന്ന ഫിഗർ ആയിരിക്കും ഈ ഫ്രണ്ട് വ്യൂവിൽ ഇങ്ങനെ കിട്ടുന്നത് അല്ലേ? ഈ വ്യൂ. ഓക്കെ. സോ സിമിലർലി ഇതെന്താണ് നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഈ ഭാഗം കൺസിഡർ ചെയ്യേണ്ട. ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണുന്നത്? ഒരു സിലിണ്ടറിനെ നിങ്ങൾക്ക് എന്തായിട്ടാണ് കാണുന്നത്? റെക്ടാങ്കിൾ. സോ ദാറ്റ്സ് ഹൗ നമുക്ക് ഇപ്പോൾ ഓരോ പ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് വരുന്നത്. സിമിലർലി ഇതിപ്പോ ആക്സിസ്, ഈ കേസ് എന്ന് പറയുന്നത് ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി ആണ്. ഈ കേസ് നോക്കൂ, ദിസ് ഈസ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി കണ്ടീഷൻ ആണിത്. ഓക്കെ. സോ ഈ കേസിൽ നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നതാണ് ഒരു റെക്ടാങ്കിൾ, ആസ് വെൽ എസ് യുവർ ടോപ്പ് വ്യൂ എന്ന് പറയുന്നതാണ് ഒരു സർക്കിൾ വരുന്നത്. ഓക്കെ. സോ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഈ സിലിണ്ടറിനെ എനിക്ക് എന്ത് ചെയ്യാം? ഇൻക്ലൈൻ ചെയ്യിപ്പിക്കാം അല്ലെ? ഇതിനെ ഈ സിലിണ്ടറിനെ എനിക്ക് ചെരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഇൻക്ലിനേഷൻ ടു വി പി, ഇൻക്ലിനേഷൻ ടു എച്ച് പി ഒക്കെ കൊടുക്കാം. അങ്ങനെയുള്ള പല കണ്ടീഷൻസ് ആണ് നമുക്ക് കാണുന്നത്. സോ സോളിഡ്സിനെ നമ്മൾ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ചുള്ള ഓരോ വ്യൂസും കാര്യങ്ങളും വരച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇത് ബേസിക് ആയിട്ടുള്ള ഫിഗർ ആണ്. അതായത് ആക്സിസ് എയ്തർ പാരലൽ ടു ഓർ പെർപെൻഡിക്കുലർ ടു വൺ ഓഫ് ദ റെഫറൻസ് പ്ലെയിൻ. ഇനി നമുക്ക് വരുന്നതാണ് കോംപ്ലക്സ് ആയിട്ടുള്ള കേസസ് വരുന്നത്. അതായത് ഇൻക്ലിനേഷൻ വിത്ത് വൺ പ്ലെയിൻ, അതുപോലെ തന്നെ ഇൻക്ലിനേഷൻ വിത്ത് ബോത്ത് പ്ലെയിൻസ്. ഓക്കെ. സോ അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. ഓക്കെ. സോ ഈ പോർഷൻ സിമ്പിൾ പൊസിഷൻസ് ക്ലിയർ അല്ലേ? നമ്മളിപ്പോൾ ഏതൊരു ഇൻക്ലിനേഷൻ വന്നാലും ആ ഇൻക്ലിനേഷൻ ആദ്യം ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ വരയ്ക്കാൻ തുടങ്ങുക. അപ്പൊ ഈ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇതെന്താണ് ഇൻക്ലൈൻ ടു എച്ച് പി എന്നുള്ള രീതിയിൽ, ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി എന്നുള്ള രീതിയിൽ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ സിമ്പിൾ പൊസിഷൻ ഞാൻ എന്ത് ചെയ്യും? ആ ഇൻക്ലിനേഷൻ ഒഴിവാക്കിയുള്ള സിമ്പിൾ പൊസിഷൻ വരച്ചിട്ടാണ് ഞാൻ അതിനെ രണ്ടാമത്തെ സെറ്റ് വരയ്ക്കുള്ളൂ. സോ അതിന് ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഒരു ഫിഗറിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് നമ്മൾ സിമ്പിൾ പൊസിഷൻ എങ്ങനെയാണ് വരയ്ക്കുക നമുക്കറിയണം.